വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാണ്ഡവൻ പാറയിലാണ്. പാണ്ഡവൻ പാറയിൽ ഞാനിപ്പോൾ തലകുത്തി കിടക്കുകയാണ്. അത് അവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലകുത്തി കിടന്നിട്ട് നമ്മൾ താഴത്തോട്ടൊന്ന് നോക്കണം. നമ്മൾ ഗോപ്രോയിൽ കാണുന്നൊരു വ്യൂ ആണ്. നമ്മൾ ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചോ? ഒരിക്കലും ഇല്ല. ഡാമിന്റെ റിസർവോയർ ആണ്, ശെന്തുരുണി റിസർവോയറും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമാണ് നിങ്ങൾ ആ കാണുന്നത്. ഒന്ന് കൈപൊക്കിക്കേ. യെസ്. ഇപ്പം നമ്മൾ ഈ പോകുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ അങ്ങ് ദൂരെ കണ്ടില്ലേ ഒരു ചെറിയ പാറ, ആ പാറയുടെ മുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉറുകുന്നു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മുകളിലേക്ക് വേണം പാണ്ഡവൻ പാറയിലേക്ക് പോകാനായിട്ട്. കുറച്ച് കയറാനുണ്ട്, ഒരു 1/4 ഭാഗം വണ്ടി എത്തും, പിന്നെ ബാക്കി നമ്മൾ നടന്ന് കയറേണ്ടി വരും. യാത്രയിൽ ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയനും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറി പോകണം. ഇവിടെ വരെ വണ്ടി വരികയുള്ളൂ. ഈ പാണ്ഡവൻ പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രവും പിന്നെ അതിൻ്റെ ഒരു വശത്തായിട്ട് ഒരു കുരിശുമലയും അതിൻ്റെ ഒരു കുരിശും ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്ത് അവരിട്ടിട്ടുണ്ട്, അതിൽ കൂടി നടന്നു പോകാം. അതിനുശേഷം പിന്നെ കോൺക്രീറ്റ് ചെയ്ത വഴികളൊന്നുമില്ല, ഇതുപോലെയുള്ള കല്ലുകളൊക്കെയാണുള്ളത്. അതുവഴി വേണം മുകളിലേക്ക് കടന്നു പോകാനായിട്ട്. കയറി ക്ഷീണിച്ചവർക്ക് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് വിശ്രമിച്ച ശേഷം വീണ്ടും നടക്കാം. വിഷയമാണ്, ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ചുമ്മാ നമ്മൾ എങ്ങോട്ടൊന്നും ചെയ്യും. വല്ല ഫുഡ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. കുരങ്ങൻ എൻ്റെ ഫാമിലി ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലേ. ഡോ, ഹലോ, നിങ്ങൾ ഇത്ര നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, എന്താ ഇവിടെ കാര്യം? ഇതും കൈയടക്കുകയാണോ നിങ്ങൾ? നിങ്ങൾ തെന്മല ഡാം പരിസരത്തല്ലായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നേ? വൈ ഹിയർ? നോ. ഇത് അപ്പൂപ്പന കേട്ടോ, കൂട്ടത്തിലെ കാരണവരതോ അപ്പൂന്നെ. മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചോ? ഒരിക്കലും ഇല്ല. അതിനെപ്പറ്റി ഘോരം പ്രസംഗിക്കും. യൂട്യൂബ് ചാനലൊന്നും ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല, പക്ഷെ ഇവിടെ ഇനി വരുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും. ഓ വൈസോ. പറഞ്ഞതുപോലെ പാണ്ഡവൻപാറയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. സോ ചെരുപ്പ് ഊരിയിട്ട് പോകുന്നത് നന്നായിരിക്കും. ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം എപ്പോഴും ഇവിടെ പോകുമ്പോൾ. ആദ്യം അവിടോട്ട് പോയിട്ട് നമുക്ക് പറഞ്ഞു. നമ്മൾ നടന്ന് പാണ്ഡവൻപാറയുടെ മുകളിലെത്തി. മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാവരും പാറയുടെ മുകളിൽ ചെന്ന് നേരെയല്ലേ കാഴ്ചകൾ കാണുന്നത്. ഞങ്ങളൊരു വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ കണ്ടു, വൈഡ് ആംഗിൾ വ്യൂ ആണ്, ഭയങ്കര ഭംഗിയാണ് തലകുത്തി ഇവിടെ നിങ്ങോട്ട് നോക്കാൻ. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അപ്പോൾ ലിയാച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പാണ്ഡവൻപാറയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴേക്കും, അതായത് തെന്മല സൈഡിലേക്ക് ട്രാവൽ ചെയ്ത് നമ്മുടെ നാഷണൽ ഹൈവേ ഉണ്ടല്ലോ, തെങ്കാശി പോകുന്ന റൂട്ടിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉറുകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഉറുകുന്ന് എത്തിയ ശേഷമാണ് പാണ്ഡവൻപാറയിലേക്ക് തിരിയുന്നത്. ഇവിടെ ഒരു കുരിശുമലയുണ്ട്, പാണ്ഡവൻപാറയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രവുമുണ്ട്. സോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ശിവക്ഷേത്രവും പിന്നെ ഈ കുരിശുമലയും ഇവിടുത്തെ ഈ അതിമനോഹരമായ വ്യൂവുമാണ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തെന്മല ഡാമിനെ പറ്റി എല്ലാവരും കേട്ട് കാണും. സോ ഡാമിന്റെ ലുക്കൗട്ടാണ് നിങ്ങൾ താഴെ ആ ഭാഗത്തായിട്ട് കാണുന്നത്. ലുക്കൗട്ടിലേക്ക് നമ്മളിപ്പോൾ പോകും, നമ്മൾ അവിടോട്ട് കൊണ്ടുപോകാം. അതിനോടൊപ്പം തന്നെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെന്മല ഡാമും കാണാം. തെന്മല ഡാമിന്റെ റിസർവോയർ ആണ്, ശെന്തുരുണി റിസർവോയറും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമാണ് നിങ്ങൾ ആ കാണുന്നത്. അതിന്റെ 2 ഷട്ടർ ഓപ്പൺ ആണ്. ചെറുതായിട്ടേ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. സോ 2 ഷട്ടറും ഇപ്പോൾ ഓപ്പൺ ആണ്. പക്ഷെ ഇവിടെ എപ്പോഴും ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു വ്യൂ ആണ്. വ്യൂ പോയിന്റുകളിൽ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള വ്യൂ പോയിന്റുകളാണുള്ളത്. ഇപ്പോൾ നമ്മൾ വാഗമണ്ണൊക്കെ പോയി കഴിഞ്ഞാലുള്ള വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോടമഞ്ഞൊക്കെ അടിച്ചു വരുന്നൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ പല സമയത്ത് നമുക്ക് ആ മലകളൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള മലയും, അതായത് എത്ര മടക്കുകളോളം മലകൾ, അതായത് ഇപ്പോൾ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7 റോയോളം മലകൾ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അതാണ് പാണ്ഡവന്മാരുടെ പ്രത്യേകത. പിന്നെ ഈ പേര് വന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. പാണ്ഡവന്മാർ പണ്ട് ഇവിടെ വനവാസ സമയത്ത് ഈ വഴി പാസ് ചെയ്തു, ഇവിടെ താമസിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. പല സ്ഥലങ്ങളോടും ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന പോലെ ഇവിടെ ഉള്ള ഒരു വിശ്വാസമാണ് പണ്ട് പാണ്ഡവന്മാർ ഈ വഴി വന്നുവെന്നും ഈ പാറയുടെ മുകളിൽ ഒരു ചെറിയ ഗുഹയുണ്ട്, ആ ഗുഹയിൽ താമസിച്ചു എന്നൊക്കെയുള്ള വിശ്വാസം കേട്ടറിവ് മാത്രമാണ്. ആ ഗുഹ കാണാനാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയാണ്. പണ്ടത്തെ തിരുവിതാംകൂർ മഹാരാജ്യത്തെ ആദ്യത്തെ റെയിൽപാതയാണ് ഈ കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്ന് പറയുന്നത്. മദ്രാസ് പ്രസിഡൻസിയും തിരുവിതാംകൂർ മഹാരാജാവും സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനിയും കൂടി 1900 പണി ആരംഭിച്ച് 1902 പണി പൂർത്തീകരിച്ച റെയിൽപാതയാണിത്. ഇതിലൂടെ ആദ്യത്തെ ഗുഡ്സ് ട്രെയിൻ പോയത് 1902 ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ പോയത് 1904 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെങ്കോട്ട പോകാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, രഞ്ജിത്തും ശരത്തും. അന്ന് ഞങ്ങൾ വന്നിട്ട് ആ മരത്തിൻ്റെ മുകളിൽ വരെ കയറിയിരുന്നു. അവിടെ കാണുന്ന പാറയുടെ അപ്പുറത്തുള്ള മരത്തിൻ്റെ മുകളിൽ വരെ ഞങ്ങൾ കയറിയിരുന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം കുറച്ച് കൂടിയിട്ടുണ്ട്. ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാറയിൽ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്ന കുരങ്ങൻ കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാം. മെനി ആർ ദേർ. പിന്നെ നേരത്തെ കണ്ട റെയിൽപാത ബ്രിട്ടീഷുകാർ പണിയിപ്പിച്ചതാണെന്ന് പറയാൻ മറന്നുപോയി കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല റെയിൽവേ പാത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങ് ദൂരെ മലയുടെ മണ്ടയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടോ? ഈ മനുഷ്യനാണ് നമ്മുടെ ലിജോ. ഞങ്ങൾ നടന്ന് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഡാമിൻ്റെ കുറച്ച് വ്യൂവും കൂടെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷെ കിട്ടിയില്ല. നമുക്ക് ഇത്രയും ഞങ്ങൾ ഇറങ്ങി വന്നു, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അങ്ങ് ദൂരെ മലയുടെ മണ്ടയിൽ ഒരു ചെറിയ കല്ലിരിക്കുന്ന പോലെ ഒരു തല കണ്ടു. അത് നമ്മുടെ കൂടെ വന്ന വ്യക്തിയാണ്, മുമ്പേ ഞാൻ പറഞ്ഞത്. ഒന്ന് കൈ പൊക്കിക്കേ. എത്രാമത്തെ തവണയാണ് വരുന്നത്? രണ്ടാമത്തെ. 2? Only 2? കാഷ്ടം. അങ്ങ് പിറവത്തൊന്നുള്ള ഇല്ല മനുഷ്യനെ കണ്ടോ? ആ മനുഷ്യന് ഇതിന്റെ മണ്ട വരുന്ന 3ാമത്തെ തവണ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടുന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ചറവറ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ ബൈ. പാണ്ഡവന്മാരുടെ മുകളിൽ നിന്നപ്പോൾ നമ്മൾ ചെറിയൊരു ലുക്കൗട്ട് കാണിച്ചു തന്നിരുന്നു. തെന്മല ഡാമിൻ്റെ ചെറിയൊരു ഡൈവേർഷൻ ഡാമാണെന്ന് തോന്നുന്നു. അതായത് കനാലിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുകയും വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചെറിയൊരു ഡാമാണ്. ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിനെന്തോ ചെക്ക് ഡാം. സോ ആ ചെക്ക് ഡാമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെക്ക് ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഡാമിൻ്റെ വീഡിയോയിൽ നിന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. പാണ്ഡവന്മാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴാണോ നീ ക്ലിക്ക് ചെയ്തത്? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്നെ എണീപ്പിച്ചേ. എന്താണ് എന്നെ എണീപ്പിച്ചടാ, എനിക്ക് വയ്യ.